ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ. അങ്ങനെ പള്ളി പോകല ഒരുക്കത്തിലാണ് എല്ലാവരും. അങ്ങനെ മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ പള്ളിക്ക് പോവാണ്. പള്ളിയിലെത്തി കുറച്ചേരം ഇരുന്നപ്പോൾ പെരുന്നാൾ കുത്തുബയും കാര്യങ്ങളും തുടങ്ങി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങിയിട്ട് നമ്മളെ ചെക്കന്മാരെ എല്ലാവരും കൂട്ടിയിട്ട് നേരെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനുള്ള പോക്കിലാണ്. അസ്സലാമലൈക്കും. ഈദ് മുബാറക്. നിസ്കാരം ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടിൻ്റെ അടിയിലുള്ള വീഡിയോസും കാര്യങ്ങളും ഉൾപ്പെടുത്താനായില്ല. അങ്ങനെ നമ്മളെ എളാപ്പാർ രണ്ടാളും പിന്നെ എളാപ്പാൻ്റെ മോനും വന്ന് ഞങ്ങൾ നേരെ എടുത്ത് ഷാബിയെ പോകാൻ കരുതി. പോണ വഴിക്ക് ഞാൻ അഞ്ചനോട് പറയുകയാണ്, നമ്മൾ ഈ പ്രവാസിയായിട്ട് ഇന്ന് വരെ നമ്മൾ ഇതേമാതിരി ഒരുമിച്ചൊന്നും കൂടിയിട്ടില്ലല്ലോ എന്ന്. പിന്നെ എളാപ്പ പറഞ്ഞു എളാപ്പൊക്കെ 1-2 സാധനം വാങ്ങാണ്ടി നമുക്ക് ലുലു പോവാന്ന്. അങ്ങനെ ഞങ്ങളെ റൂമിൻ്റെ അടുത്ത് തന്നെയല്ലേ ലുലുവിൽ ഞങ്ങൾ പോയി. യൂസുഫ് അലിഖാൻ്റെ കടൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണെങ്കിലോ അഫ്സൽ അതിൻ്റെ ഉള്ളിൽ കടന്ന് പെരുങ്ങണം. പിന്നെ എളാപ്പാക്ക് ഷോപ്പിലിടാൻ ഒരു ഷർട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ ഷർട്ട് എടുക്കാനായിട്ട് മോള് കയറി. മോള് ചെന്നപ്പോഴാണെങ്കിലോ വലിയ എളാപ്പ ഫുള്ള് തെരച്ചിലാണ് ഷർട്ട്. അങ്ങനെ ചെറിയ എളാപ്പാനെ മോട്ടറാക്കി നേരെ നമ്മളൊരു ഷർട്ട് എടുത്ത് ഡ്രസ്സിംഗ് റൂമിൽ ചെന്നപ്പോഴാണെങ്കിലോ എളാപ്പ പോസ് ഇട്ട് നിൽക്കുക. അപ്പോൾ ഞാനും അഞ്ചനും ഒന്ന് എളാപ്പാനെ ഊക്കിയിട്ട് ആൾക്ക് 10-33 വയസ്സായിക്കണം. 33 എന്ന് പറയണത് 40-40 വയസ്സാവാനായിക്കണം. എന്നാലും ചെറുപ്പക്കാരനാന്ന പൂതി. ലുലു കയറി ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെർഫ്യൂമിൻ്റെ സെക്ഷനിലെത്തിയത്. അപ്പോൾ അനിയൻക്കാണെങ്കിൽ ഒരു പെർഫ്യൂം ആണെന്ന്. പിന്നെ നോക്കുമ്പോഴാണെങ്കിലും ചേക്കൻ പേസ്റ്റ് സോപ്പ് എല്ലാം വാങ്ങി. അപ്പോൾ ഞാൻ ഓനോട് ചോദിച്ചു നമുക്ക് ബ്രോസ്റ്റ് കഴിച്ചാലാന്ന്. പിന്നെ ബ്രോസ്റ്റ് ഒഴിവാക്കിയിട്ട് ഷവായ വാങ്ങി. നമ്മൾ ഷവായും കാര്യങ്ങളും കഴിച്ച് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും എടുത്തിട്ട് നേരെ പിന്നെ റൂമിലേക്ക് പോയി. അസ്സലാമലൈക്കും. ശരിന്നാ. അസ്സലാമലൈക്കും. ശരിന്നാ കാണാം റാശ. ശരിന്നാ. ഓക്കെ ബൈ. അങ്ങനെ ഓരോ ആക്കിയിട്ട് ഓല് പോയി. അപ്പോൾ ശരിന്നാ.